ഈ പരന്നൊഴുകുന്ന വെള്ളത്തിൽ ചെറുമീനുകൾ വരുമ്പോൾ അകത്താക്കാനുള്ള ഇരിപ്പാണ് ഇവൻ്റേത്. ഈ ഒരു ചോലയുടെ അടുത്ത് ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ മെനു പോത്തിൻ്റെ കരളാണ്. 1/2 കിലോ കരളും വാങ്ങി നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. കൂടുതൽ വിസ്താരമൊന്നുമില്ലാതെ പറയാം. കരൾ കഴുകി ചെറിയ പീസുകളാക്കി വെച്ച ശേഷം അതിലേക്ക് നല്ല നാടൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ മിക്സ് ചെയ്തു ഇരുമ്പ് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിക്കാൻ വെച്ചു. സവാളയും ഉരുളൻകിഴങ്ങും കറിവേപ്പിലയും മല്ലിയിലയും മിക്സ് ചെയ്ത് കൂടെ വേറെ പൊരിച്ചു. ഇതിനിടയിൽ ഒരു ആട്ടിടയൻ അദ്ദേഹം വളർത്തുന്ന ആടുകളുമായിട്ട് ഇതുവഴി പോകുന്നുണ്ട്. ആ കാഴ്ചകളാണിത്. ആടുകൾക്കൊക്കെ ചെറിയൊരു പേടി. ഇതുവരെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കാണാത്തൊരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് പരിങ്ങിയെങ്കിലും ധൈര്യം സംഭരിച്ച ഒരാൾ പോയതിൻ്റെ പിറകെ പിന്നെ നന്നായിട്ട് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ പോത്തിൻ്റെ ലിവർ വാട്ടിയത് സെറ്റായിട്ടുണ്ട്. കൂടുതൽ ആളും ആർഭാടവും ഒന്നുമില്ല. ഒരു വാഴയില വെട്ടി അതിലേക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ട് നിരത്തി ഒരു നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഒരു കോമ്പിനേഷന് പൊറാട്ടയും. അപ്പോൾ ബൈ ബൈ. ഈ പരന്നൊഴുകുന്ന വെള്ളത്തിൽ ചെറുമീനുകൾ വരുമ്പോൾ അകത്താക്കാനുള്ള ഇരിപ്പാണ് ഇവൻ്റേത്. ഈ ഒരു ചോലയുടെ അടുത്ത് ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ മെനു പോത്തിൻ്റെ കരളാണ്. 1/2 കിലോ കരളും വാങ്ങി നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. കൂടുതൽ വിസ്താരമൊന്നുമില്ലാതെ പറയാം. കരൾ കഴുകി ചെറിയ പീസുകളാക്കി വെച്ച ശേഷം അതിലേക്ക് നല്ല നാടൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ മിക്സ് ചെയ്തു ഇരുമ്പ് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിക്കാൻ വെച്ചു. സവാളയും ഉരുളൻകിഴങ്ങും കറിവേപ്പിലയും മല്ലിയിലയും മിക്സ് ചെയ്ത് കൂടെ വേറെ പൊരിച്ചു. ഇതിനിടയിൽ ഒരു ആട്ടിടയൻ അദ്ദേഹം വളർത്തുന്ന ആടുകളുമായിട്ട് ഇതുവഴി പോകുന്നുണ്ട്. ആ കാഴ്ചകളാണിത്. ആടുകൾക്കൊക്കെ ചെറിയൊരു പേടി. ഇതുവരെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കാണാത്തൊരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് പരിങ്ങിയെങ്കിലും ധൈര്യം സംഭരിച്ച ഒരാൾ പോയതിൻ്റെ പിറകെ പിന്നെ നന്നായിട്ട് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ പോത്തിൻ്റെ ലിവർ വാട്ടിയത് സെറ്റായിട്ടുണ്ട്.